ഇന്ന് നമ്മുടെ തോട്ടത്തിലെ ഒരു വെറൈറ്റി കൊടംപുളി മരം കാണിച്ചു തരാം. ഒരു കൊട്ടെടുത്തിറങ്ങിയത് പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചിടാനാട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ കൊടംപുളീന്റെ മരം. നമ്മൾ 2 ദിവസം മുന്നേ മാംഗോസ്റ്റീൻ പറിക്കുന്ന വീഡിയോയിലൊക്കെ കൊടംപുളി പെറുക്കുന്നൊക്കെ കാണിച്ച്, അതൊക്കെ വലിയ മരമാണ്. ഇത് കണ്ടില്ലേ, ഒരു ഹൈറ്റ് കുറഞ്ഞ പടർന്ന ഒരു മരമാണ്. ഇത് ബെഡ് തൈയാട്ടോ. ഇതിന്റെ പ്രത്യേകത അതാണ്, ഇത് ബെഡ് തൈയാണ്. അപ്പൊ നമുക്ക് അധികം ഒന്നും ഉയരം വരില്ല. കായ്കളൊക്കെ നോക്ക്, താഴെ തന്നെ പറിച്ചെടുക്കാം. അപ്പൊ അതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓരോ സൈഡിലും കാണിക്ക്. ഒരു 15 വർഷമായി നമ്മളെ തോട്ടത്തിൽ ഇത്. ഈ ഒരു വലിപ്പം വെച്ചതിന് ശേഷം പിന്നെ ഇത് ഉയർന്നിട്ടില്ല താഴ്ന്നിട്ടില്ല പറഞ്ഞാൽ വളർച്ച മുരടിച്ച പോലെ അങ്ങ് നിൽക്കണം. അപ്പൊ നല്ല സുഖമായി, മേലോട്ടൊന്നും നമ്മളെ മരം ഉയർന്നു പോകുന്നില്ല. അപ്പൊ ഇഷ്ടം പോലെ കായ്കൾ. ഈ മരത്തിലെ കൊടംപുളി ഉരുളൻ കൊടംപുളി കേട്ടോ. നമ്മളെ തോട്ടത്തിൽ 2 മരമുണ്ട്, നീണ്ടിട്ടുള്ള കൊടംപുളി ഉണ്ട് കേട്ടോ. ആ കൊടംപുളിയിൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടോ, ഇത് ഉരുളനാണ്. ഉരുളനിൽ തന്നെ അധികം വലുപ്പം വെക്കാത്ത, അതൊക്കെ കുറച്ചുകൂടെ വലുപ്പം വെക്കുള്ളൂ. പക്ഷെ നമ്മളോട് തന്നെ നമ്മൾ 2 ദിവസം മുന്നത്തെ കാണിച്ച വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഉരുളൻ, അത് നല്ല വലുപ്പം വെക്കുന്ന കേട്ടോ. അതിലും വലുപ്പം വെക്കുന്നുണ്ട് നമ്മുടെ വലിയ മരത്തിലൊക്കെ. അപ്പം ഇതൊരു മീഡിയനാണ്, പക്ഷെ ഫുൾ ടൈം ഒരു ഓൾ സീസൺ പോലെ കൊടംപുളി ഉണ്ടാവും. ഇതിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. സീസണിൽ മാത്രമല്ല, നമ്മളോട് അധികം ഉണ്ടാവുക ഈ ഒരു സമയത്താണല്ലോ, ഒരു ജൂൺ ജൂലൈയിലാണ് നമ്മളോട് കൊടംപുളിയൊക്കെ പഴുത്തു തുടങ്ങുക. പക്ഷെ ഇതിൽ വേനൽക്കാലത്തും കൊടംപുളി ഉണ്ടാവില്ല. വേനൽക്കാലത്ത് അത്രയില്ല, ഇപ്പൊ സീസൺ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഓൾ സീസൺ പോലെ നമുക്ക് കൊടംപുളി കിട്ടുന്നുണ്ട്. അപ്പൊ എപ്പോഴും പച്ചക്കൊടംപുളി വേണമെങ്കിൽ ഞങ്ങൾ വേഗം വന്നിട്ട് പറിക്കുക ചെയ്ത കൊടംപുളി കേട്ടോ. അപ്പോൾ ഇതിന്റെ മോൾ ഭാഗത്ത് കണ്ടില്ല, ഒരു ഇലകളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത്, അത് നല്ല പടർന്ന മരം ആയതുകൊണ്ട് തൊട്ടടുത്ത് ഒരു മുരിക്കുണ്ട്. ഈ മുരിക്ക് നമ്മൾ ചോല വെട്ടാൻ വിട്ടുപോയി. കാപ്പിയൊക്കെ പൊന്തിയത് അങ്ങനെ അരിമ്പായതിനു ശേഷം നമ്മൾ ചോല വെട്ടാൻ വിട്ടുപോയതാണ്, ഞാൻ നിർത്തിയതാണ്. അപ്പൊ അതിന്റെ ഇല കൊഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഒക്കെ ഇങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പണി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കിട്ടുന്ന ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അല്ലെങ്കിലൊക്കെ ഇത് കൊടംപുളിയൊക്കെ ചീഞ്ഞു പോകും. ഇപ്പൊ മഴ ഇല്ലാത്തതുകൊണ്ടാണ്. മഴ അടഞ്ഞു കഴിഞ്ഞാൽ കൊടംപുളിക്കൊക്കെ ചീച്ചിട്ട് വരും. റിച്ചോ ഞാൻ മുകളിൽ കയറിയിട്ട് ആക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ ആദ്യം, എന്നിട്ട് പറിക്കുക. നമുക്ക് ക്ലീൻ ചെയ്യാനിതാ നമ്മളൊരു ഇതുപോലെ ഒന്ന് കാലെടുത്ത് വെച്ചാൽ മരത്തിൽ കറത്രേ ഉള്ളൂ. ഒക്കെ താഴ്ന്നെ പറിക്കുക. എന്നാലും നമ്മളൊന്ന് വൃത്തിയാക്കാനാണ് മുകളിൽ കയറിയത്. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അതില്ലേ ഇഷ്ടം പോലെ മുരിക്കിന്റെ ഇല ഇത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു കാറ്റോട്ടം വന്നാൽ കായ്കളൊന്നും ചെയ്യൂല. ഇന്ന് കുലുക്കുട്ട പൊടിയാവോ? ഒന്ന് ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പറ്റുന്ന പോലെ ക്ലീൻ ചെയ്തിട്ടോ. നല്ല അങ്ങനെ കൊമ്പ് പിടിച്ച് കുലുക്കുമ്പം കായ് വീണുകൊണ്ട്, ഇത് കായ് ആവുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണേനു. ഇതൊന്നും ചെയ്യേണ്ടില്ല, ഞാൻ മുരിക്ക് വെട്ടി കൊടുത്ത പ്രശ്നം കഴിഞ്ഞിരുന്നു. മുരിക്ക് ചോല വെട്ടാൻ വിട്ടാണ് പറ്റിയത്. അപ്പൊ അതാ കുലിക്ക സമയത്ത് ഇതുപോലുള്ള ഞാനിങ്ങനെ കമ്പ് പിടിച്ചത് അവിടെയൊക്കെ നല്ല ക്ലീൻ ആയില്ലേ, ഇവിടെയൊക്കെ അടഞ്ഞീനോ. അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ താഴെ വീണതാ പഴുത്തത്. ഇതിന് ശരിക്കും നമ്മൾ പറിക്കലാണ്, പെറുക്കലില്ല. ഇത് നമ്മള് ഒന്ന് ഇളക്കിയപ്പോ വീണതാ. അപ്പൊ ഇതെവിടെയൊക്കെയാണ് പഴുത്തത് കണ്ടോ. ഇങ്ങനെ പറിക്കാം നമുക്ക്. ഇതൊന്നും കുനിഞ്ഞിരുന്ന് പറിക്കാം, അതായത് നീർന്ന് നിൽക്കുക പോലും വേണ്ട, അത്രയും താഴെയാണ്. ഇതുണ്ട് അങ്ങോട്ട് മരം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുത്തി വന്നിട്ടുണ്ട്. ഇപ്പൊ കായിന്റെ കനം കൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ടോ, പൊന്തിക്കുന്നൊക്കെ കൂടെ അത്രയും തന്നത്. അങ്ങോട്ടൊക്കെ നമുക്ക് താഴെതാ, ഇവിടെയൊക്കെ ഇങ്ങനെ താഴേക്കാ ഉള്ളത്. അപ്പം ഒരുവിധം ആയ പഴുത്തൊക്കെ നമുക്ക് ഇതുപോലെ കണ്ട് എടുക്കാം. ഇച്ച കാണിച്ചു കേട്ടോ, ഇതിങ്ങനെ കാണൂല, അടഞ്ഞിരിക്കുന്നോണ്ടേ. കുറച്ച് മുകളിലുണ്ട് അല്ലേ, ഒക്കെ കിട്ടും. അധികം മേലെ ഒന്നും കയറണ്ട. അപ്പുവേട്ടനും പീക്കിരിയൊക്കെ പണിക്കൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ മുറുക്കാൻ തരും ഇതിൻ്റെ അടിയില്ല. പീക്കിരിയൊക്കെ ഇങ്ങനെ ചാരിന്ന് മുറുക്കി ഇങ്ങനെ ഇരിക്കും. ചെറിയൊരു മഴ വന്നാലൊന്നും പെട്ടെന്ന് മഴയൊന്നും തട്ടൂല, ഇതിങ്ങനെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. പോലെയൊക്കെ റെസ്റ്റ് എടുക്കുന്നതും ഈ മരത്തിൻ്റെ അടിയിലാണ്. പഴുത്തത് ഇത് പഴുത്തതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ പെട്ടെന്ന് കറിയിലിടാൻ ഇതവിടെ പച്ചക്കൊടംപുളി ഇതാ ഇങ്ങനെ പഴുത്തൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അതിന് പറ്റിയത് ഇതാ. എവിടെയുണ്ട് ഇത് ചിലതിന് ചീച്ചിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇല തിങ്ങിപ്പോയിട്ട് ഇപ്പൊ കുറെ ഇല പോയപ്പോ ഒന്ന് കണ്ടല്ലോ, ഇപ്പൊ വെളിച്ചം വന്നു ഇതിൻ്റെ ഉള്ളിൽ. നല്ല പഴുത്ത കൊടംപുളി ഇങ്ങനെയൊക്കെ ഒന്ന് പറിക്കാൻ പറ്റാതെ തന്നെ വലിയ പറ്റില്ല. എല്ലാവരുടെ പ്രശ്നവും കൊടംപുളി ഉയർന്നു പോകുന്ന വലിയ മരം, അത് നമ്മൾ വിത്ത് നട്ടിട്ടാട്ടോ. നമ്മളെ തോട്ടത്തിലുള്ള മറ്റു മരമൊക്കെ നമ്മൾ നല്ല ഇങ്ങനെ കാണുമ്പോഴൊക്കെ പണ്ട് വിത്ത് നട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാട്ടോ അതൊക്കെ കായ്ച്ചത്. ഇത് പിന്നെ പെട്ടെന്നായി,
അങ്ങനെ നമ്മൾ അതൊക്കെ പിടിച്ച് കിട്ടുന്നതിന് മുന്നേ സെറ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബെഡ് തൈ വാങ്ങിയത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ചെറിയ കൊടമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നഴ്സറിയിലൊക്കെ ഇങ്ങനത്തെ തൈകൾ കിട്ടാണ്ട് ബെഡ് തൈകള്. പക്ഷെ നമ്മൾ വിചാരിച്ചു പിന്നെ പെട്ടെന്ന് പോകുന്നൊക്കെ, ഇതെന്തായാലും നല്ല സെറ്റായി വന്ന്. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ഇതാ ഈ ഒരു ലെവലിൽ നിന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തായിരുന്നു. പക്ഷെ അങ്ങനെ വെട്ടാൻ പാടില്ല, പണി കിട്ടി. ഇത് അവിടെയൊക്കെ ഉണക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് തേപ്പ് വന്നു, പക്ഷെ തേപ്പ് വന്നിട്ട് കണ്ടില്ല, ഇപ്പോൾ ഇത് കൊമ്പാവണില്ല. ഇത് അവിടെയൊക്കെ നല്ല ഉണക്ക് വന്നതാ. എനിക്ക് കുറേ ചീത്ത ഇട്ടത് അമ്മാനോട്. ഞാൻ ഒന്ന് ഈ സൈഡിലോട്ട് പോയത് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ വന്നൊരു കമ്പ്. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ വെട്ടിക്കൊടുത്ത് പിന്നെ അവിടെ കുറച്ച് വണ്ണം വെച്ചാണ് അങ്ങനെ വന്നു പോയതാ കേട്ടോ. അതൊന്നല്ല, കുറച്ച് മുന്നേ വെട്ടിയതാ. ഇപ്പോഴും കണ്ടില്ല ഉണക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നു. പക്ഷെ കൊടമ്പുളിന്റെ ഒക്കെ ഒരു പ്രത്യേകത പതുക്കെ തട്ട് തട്ടായിട്ട് അങ്ങനെ ആയി വരുള്ളൂ കൊമ്പുകൾ. ഇതേപോലെ വലിയ മരം ഞാനൊരു വട്ടം വെട്ടിയതാ, അടിച്ചോല വന്നിട്ട്. എന്നിട്ട് അവിടെ ഒന്നും ഉണ്ടാവാതെ മരം നേരെ മുകളിലോട്ട് ഉയർന്നു പോയി. കൊടമ്പുളി മരം ഒരിക്കലും വെട്ടരുത് കേട്ടോ, അനുഭവം ഉണ്ട്. അതുകൊണ്ടാ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൽ തേപ്പ് പൊട്ടാൻ പെട്ടെന്ന് ഉണ്ടായി കിട്ടാൻ ഭയങ്കര പണിയാ. പിന്നെ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് ഉള്ളതൊക്കെ പറിച്ചെടുക്കാം. പിന്നെ എല്ലാവരും ഈ മരം കാണിക്കുക വെച്ചത് ഇത് പ്രത്യേകതയുള്ള മരമാണ്. ഞാൻ പറയല്ലോ, ഇത്രയും താഴെന്നൊക്കെ കൊടമ്പുളി പറിക്കാൻ പറ്റുന്നതന്നെ വലിയ ഭാഗ്യമാണ്. ഇതാ ചീഞ്ഞു പോണോക്ക് ഒക്കെ ഇല തിങ്ങിയിട്ട് സംഭവിച്ച. മഴ ഇല്ല, മഴ ഉണ്ടെങ്കിൽ ഇതിലും ചെയ്യുമായിരുന്നു. മഴന്റെ മുന്നേ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുത്താൽ നന്നായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിന്റെ കൊടമ്പുളി പറിക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്താ. അന്ന് കുറെ കമന്റ് വന്നിരുന്നു. നമ്മളിത് തൈ അപ്പൊ നഴ്സറിയിലൊക്കെ ബെഡ് കൊടമ്പുളിന്റെ തൈ കിട്ടും. പക്ഷെ എല്ലാം ഇങ്ങനെ ആയി കിട്ടുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പൊക്കെ ചെറിയ ചട്ടിയിലൊക്കെ ഇങ്ങനെ നമ്മളെ പേരയൊക്കെ നടുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പറ്റും. ബാരലും ചട്ടിയിലൊക്കെ നടാം. അതൊക്കെ ചെറുതാകുമ്പോൾ തന്നെ പൂവും കായൊക്കെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നേരെ അന്ന് ഇങ്ങനെ നിലത്തന്നെ വെച്ചു കൊടുത്തു കേട്ടോ. പച്ച വീണ് പച്ച വെച്ചോ നോക്കടാ. ഒന്നുകൂടെ റൗണ്ട് അടിച്ച് നോക്കാം എല്ലാ ഭാഗത്തും ഇങ്ങനെ. അതാടാ പഴുത്തെ. സെൻറ്ററിൽ ഇവിടുന്ന് മുകളിലോട്ടൊരു കൊമ്പ് പോകുന്നുണ്ട്. അതെന്തായാലും അങ്ങനെ നിൽക്കട്ടെ, ഉയരോന്ന് അറിയില്ല. ഇഷ്ടംപോലെ കായ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചെടുത്ത് നോക്കി. അതാ ഞാൻ പറഞ്ഞ കൊമ്പ് അതാട്ടോ. അത് നോക്കാം, അത് നേരെ ചെരിഞ്ഞ് പോകുന്നുണ്ട്. അതേ കുറച്ച് ഉയരത്തിലുള്ള, അതൊന്നും അത്ര ഉയരല്ല. ബാക്കിയൊക്കെ കറക്റ്റ് കണ്ടില്ലേ, നല്ല സെറ്റായ മരമാണ്. അപ്പൊ നമുക്കേ കിട്ടിയ കൊടമ്പുളി കാണിച്ചു തരാം. എത്രയുണ്ട്, കുറേ ഒന്നുമില്ല, എന്നാലും പഴുത്ത കാണുന്നൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. 2-3 പച്ച നമ്മൾ കൈ തട്ടി പറിക്കുമ്പോൾ തട്ടിയപ്പോൾ വീണതാട്ടോ. പക്ഷെ ഇതിൽ കാണിക്കാൻ നല്ല ഭംഗി ഉണ്ടാവില്ല കുറേ പറിക്കുമ്പോഴാണ്. പക്ഷെ അതായി വരുന്നേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ കണ്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പഴുത്തിട്ട് കുറേ ഇങ്ങനെ പറിക്കുന്ന കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ മരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കിട്ടിയാൽ ഇങ്ങനെ ഉള്ളത് പറിക്കാന്നൊക്കെ വെച്ച് അങ്ങനെ വന്നതാണ്. അപ്പൊ കുറെ ആള് പിന്നെ കമന്റിൽ നമ്മളോട് ചോദിക്കലുണ്ട് കൊടമ്പുളി ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ഇനി അങ്ങോട്ട് ആയി വരുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ വെയിലൊക്കെ കിട്ടും. ഇന്നും ഇന്നലെയൊക്കെ വെയിലാണ്, ഇടയ്ക്കൊരു മഴ ചാറിപ്പോന്നുള്ളൂ. വെയിൽ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഉണക്കാൻ കഴിയും. നമ്മൾ മിഞ്ഞാന്നൊക്കെ പെറുക്കി ഇന്നലെ പെറുക്കിയതുണ്ട് മറ്റേ മരത്തിനടിയെന്നൊക്കെ. ഇതും കൊണ്ടുപോയിട്ട് നമുക്ക് വേഗം ചെത്തിയിട്ട് ഉണക്കാം, വേഗം ആയി കിട്ടും. അപ്പൊ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോയിലൂടെ അറിയിക്കട്ടെ കൊടമ്പുളി കൊടുക്കാനുള്ളത്. കുറച്ച് കൂടുതൽ കൊടമ്പുളി ഉണ്ടാവും ഇപ്രാവശ്യം. നമ്മളെല്ലാ മരത്തിലും നല്ല കൊടമ്പുളി ഉണ്ട്. ഇപ്പോൾ പറയുന്നത് ഇപ്രാവശ്യം ഫ്രൂട്ട്സ് ഉണ്ടായ പോലെ തന്നെ മറ്റെല്ലാ സാധനങ്ങളും ഉണ്ടായ പോലെ തന്നെ കൊടമ്പുളി നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ നമ്മൾ ഉണക്കി വെച്ചത് കൊടുക്കാണ്ടാവും പറയാം. അപ്പോൾ കുറേ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറവായിരുന്നു, എന്നാലും കുറേ ആളുകൾക്കൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ എന്തായാലും വീഡിയോയിലൂടെ പറയും. അപ്പം എല്ലാവർക്കും നമ്മൾ മാക്സിമം കൊടമ്പുളി എത്തിക്കുക. ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ കൊടമ്പുളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറ്റുന്ന എല്ലാവരും ഇതുപോലെയുള്ള ബെഡ് തൈയൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങളെ വീട്ടാവശ്യത്തിനുള്ളത് മരം ഇങ്ങനെ ആയി കിട്ടാൻ ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്താ പറയുക, നമ്മൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ മരം ആയി കിട്ടിയാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കുറേ കൊടമ്പുളി പറിക്കുക. പറ്റുന്നവരൊക്കെ ഇങ്ങനെ തൈയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ നല്ല അടിപൊളി പച്ച കൊടമ്പുളിയും പഴുത്ത കൊടമ്പുളിയൊക്കെ പറിച്ചെടുക്കുക.